Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഹജ്ജ് ക്യാമ്പ് 2024 ഒരുക്കങ്ങൾ പൂർത്തിയായി. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് സിയാൽ അക്കാദമി ഹജ്ജ് ക്യാമ്പ് പ്രവർത്തനം സജ്ജമായെന്നും വിമാനത്താവളത്തിലും എല്ലാവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഹജ്ജ് കമ്മിറ്റി മുഖേന 10,883 പേരാണ് വിവിധ എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക. ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്ത് നിന്ന് ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത്. ആകെ തീർത്ഥാടകരിൽ 7,279 പേർ പുരുഷന്മാരും 10,604 പേർ സ്ത്രീകളുമാണ്. 2023 11,252 പേരാണ് സംസ്ഥാനത്ത് നിന്നും പുറപ്പെട്ടിരുന്നത്. കൊച്ചിയിൽ നിന്നും മെയ് 26-നാണ് ആദ്യ വിമാനം പുറപ്പെടുക. ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസം, ഭക്ഷണം, പ്രാഥമികാവശ്യം, പ്രാർത്ഥന എന്നിവയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോളണ്ടിയർമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ തവണത്തെ തീർത്ഥാടനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2023 ഹജ്ജ് ക്യാമ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകാത്ത നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് സ്നേഹനിർഭരമായ സമീപനമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് ക്യാമ്പിൻ്റെ സമാപനം കഴിഞ്ഞതിന് ശേഷം പുതിയ ഹജ്ജ് കമ്മിറ്റി ഈ എംബാർക്കേഷൻ പ്രദേശത്തെ പത്രപ്രവർത്തകരുടെ സേവനത്തെ ഹജ്ജ് കമ്മിറ്റി ഗൗരവത്തോടുകൂടിയാണ് അത് പരിശോധിക്കുക. നിങ്ങൾ നൽകിയ സേവനം വിലമതിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സേവനം നൽകിയെന്നാണ് ഹജ്ജിനെ പറ്റി വിലയിരുത്തിയിട്ടുള്ളത്. തുടർന്ന് നമുക്ക് ഈ 2024 ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 3-4 മാസമായി നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇവിടെ നമുക്ക് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തരുന്നത്, അതിന് മുൻപന്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സിയാലാണ്. പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാണ് സിയാലിൽ അതിൻ്റെ സേവനങ്ങൾ നമുക്ക് നൽകുന്നത്. ഇവിടെ ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ശ്രദ്ധയോടുകൂടി പരിശോധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജി അബ്ദുറഹ്മാൻ, അദ്ദേഹവും ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ 3 എംബാർക്കേഷൻ വഴി ഏകദേശം 12,000 ഹാജിമാർ യാത്ര പുറപ്പെടുകയാണ് ഈ വർഷം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് 12,000 ഹാജിമാർ ഒരു വർഷം യാത്ര തിരിക്കുന്നത്. ആ നിലയിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ വർധനമാണ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. അതിനെയെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്ത് കേരളത്തിൻ്റെ ഹജ്ജുകാര്യ വകുപ്പ് മന്ത്രി 3 എംബാർക്കേഷൻ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സിയാലിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇവിടുത്തെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അതീവ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ നമ്മുടെ MLA ഇതിൻ്റെ ക്യാമ്പിൻ്റെ പ്രവർത്തന തുടക്കം മുതൽ അദ്ദേഹമായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആശയവിനിമയം നടത്തുകയും എല്ലാ നിർദ്ദേശങ്ങളും വേണ്ട സഹായങ്ങളെല്ലാം ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നൽകി വരികയാണ്. ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, ക്യാമ്പ് ചെയർമാൻ മുഹമ്മദ് മുഹസിൻ MLA, ജനറൽ കൺവീനർ A സഫർ കായൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹജ്ജ് യാത്ര പുറപ്പെടുന്നത് ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ക്യാമ്പിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ 25-ാം തീയതി വൈകുന്നേരം നടക്കുകയാണ്. യാത്രക്കാർ ഉച്ചയ്ക്ക് തന്നെ
എയർപോർട്ടിൽ വരികയും അവിടെ നിന്ന് ബസ്സിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. ലഗേജ് നേരത്തെ തന്നെ അവിടെ അവിടുന്ന് ഏറ്റെടുത്തതിന് ശേഷമാണ് പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിൽ ഏർപ്പാടാക്കിയ ബസ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഹജ്ജ് ക്യാമ്പ് എംബാർക്കേഷൻ പോയിന്റിൽ ഇവിടുത്തെ ഓർഗനൈസിംഗ് കമ്മിറ്റി വിവിധ സബ് കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കൂടി എല്ലാ കമ്മിറ്റികളും വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. നല്ല സൗകര്യങ്ങളോടുകൂടി ഈ ക്യാമ്പ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഇപ്രാവശ്യവും ഹജ്ജിന് പോകുന്ന ഹാജിമാരെ യാത്രയാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങ് ഔദ്യോഗികമായി നടന്നതിന് ശേഷം ക്യാമ്പ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി